ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ കുരുമുളക് പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കട്ടെ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ കുരുമുളക് പൊടി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കഞ്ഞിക്കൂർക്ക പറയും, പനിക്കൂർക്ക എന്ന് പറയട്ടെ ചില സ്ഥലത്ത്. ഞങ്ങൾ കഞ്ഞിക്കൂർക്ക എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത് കഴുകി നല്ല ഫ്രഷാക്കി വെള്ളം ഒന്നും ഇതായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാനിൽ വെച്ച് നമ്മൾ ഈ ഇല ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നിന്നിട്ട് നല്ല ഡ്രൈ ആകുന്ന വരെ നമുക്കിതൊന്ന് ആ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ നിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ഗുണങ്ങൾ ഈ ഇല കൊണ്ടുണ്ട്. നമുക്ക് ചുമ ജലദോഷമൊക്കെ വന്നാലും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതിന് നീരൊക്കെ കൊടുത്തിട്ട് ചുമക്കും ജലദോഷമൊക്കെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ നീരൊക്കെ എടുക്കുക. അപ്പോൾ വീട്ടിൽ നമ്മൾ പറ്റുന്ന രീതിയിൽ ഈ പനിക്കൂർക്ക ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളെ ചെറിയ സ്പേസേ ഉള്ളൂ ബാൽക്കണിയിൽ, അതിൽ ഞാൻ ഇത് എപ്പോഴും കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ഒരു ചെടി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടല്ലേ നമുക്ക് ആവശ്യ സമയത്ത് കിട്ടുമല്ലോ. നമ്മളത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 100 ഗ്രാം കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴുകി നനവില്ലാതെ ഡ്രൈ ആക്കി എടുത്ത കുരുമുളകാണ്. കഴുകിയിട്ട് നമ്മൾ പൊടിച്ച് വയ്ക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ ചാനലിൽ കുരുമുളക് പൊടി പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസും ചേർത്ത് പൊടിക്കാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുരുമുളകൊന്ന് വറുത്തൊന്ന് ചൂടായതിനു ശേഷം ചുക്കില്ലേ, ചെറിയൊരു പീസ് ചുക്ക് ഞാൻ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് വറക്കാനും ഈസിയാണ്, അതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടാനും എളുപ്പമാണ്. അപ്പോൾ അത് ആ ചുക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കുരുമുളക് പൊടി നല്ലൊരു മണം ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ നേരത്തെ ഡ്രൈ ആക്കി വെച്ച കഞ്ഞിക്കൂർക്കയുടെ ഇലയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിനായിട്ടും ഏറ്റവും നല്ലത് നമ്മുടെ ഹെൽത്തിന് കുരുമുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ കുരുമുളക് പൊടി ഇതുപോലെ ആക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് കറികൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചുമ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഈ കുരുമുളക് പൊടിയും അതുപോലെ തേനും ചാരിച്ചിട്ട് നമുക്ക് കഴിക്കാം. ചുക്ക് കാപ്പി നമ്മൾ ഉണ്ടാക്കി കുടിക്കില്ലേ, അതും ഇത് പൊടിയിട്ടിട്ട് അതുപോലെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ചുമക്കുള്ള സമയത്ത്. ഇനി നമ്മളിതാ വറുത്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഇലയൊക്കെ പൊടിയുന്ന രീതിയിലായി കിട്ടുന്നവരെ നമ്മൾ വറുത്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ആ ചൂട് പാൻ നമുക്കിതിൽ മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ആ ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഡ്രൈ ആയ പ്ലേറ്റ്, വെള്ളം നനവില്ലാത്ത പ്ലേറ്റിൽ ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഡ്രൈ ആയിട്ട് അതുപോലെ വെള്ളം നനവില്ലാത്ത ഒരു ജാറിനെ എടുക്കുക. വെള്ളത്തിൻ്റെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ് പോലും ഒരു വെള്ളം നനവ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ള നനവ് അതിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ പെട്ടെന്ന് നാശമാവും. അതുകൊണ്ടാണ് നനവില്ലാതെ തന്നെ എല്ലാം എടുക്കാൻ പറയുന്നത്. നമ്മൾ കുരുമുളക് പൊടി ഇവിടെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർ ഒരുപാട് അങ്ങോട്ട് നൈസ് പൗഡർ ആക്കില്ല, ചിലവർ അങ്ങനെ തെരി പോലെയാണ് പൊടിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ നല്ല നൈസായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ആ ചുക്കും ഇലകളെല്ലാം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ കേട്ടോ. ഇനി തരിയ പോലെ ആക്കി വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഞാൻ ഇതുപോലെയാണ് ആക്കി വെക്കൽ. ഇനി നമുക്ക് ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. ഇനി ആ പൊടിയുടെ ചൂടൊന്ന് നമ്മൾ പൊടിച്ചെടുത്തതിൻ്റെ ചൂടില്ല, അത് മാറിയതിന് ശേഷം മാത്രം ഒരു നനവില്ലാത്ത നല്ലൊരു ബൗൾക്ക് നിങ്ങൾക്ക് ആക്കി വെക്കാം കേട്ടോ. ചൂട് മാറിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആക്കി വെച്ചാൽ മതി. ചൂടോടെ തന്നെ ബൗൾക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല കളറിലുള്ള കുരുമുളകാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര മതി, ഒരു മാസമൊക്കെ ഉപയോഗിക്കാനുള്ളതുണ്ട്. അതിന് ശേഷം നമുക്ക് പിന്നെയും ഇതുപോലെ തന്നെ ആക്കി വെക്കാം. ഞാൻ ഡ്രൈ ആയുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്പൂണും അതുപോലെ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന നേരത്തെ നനവില്ലാത്ത സ്പൂണൊക്കെ ഇട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരു കുരുമുളക് പൊടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.